രണ്ട് കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഞാനിവിടെ വന്ന് ഏപ്രിൽ 25 മുതൽ പറഞ്ഞ ഒരു കാര്യമായിരുന്നു, ഈ CPM സർക്കാർ നമ്മുടെ നാടിൻ്റെ ഇക്കോണമിയെ തകർക്കുന്നു, പൊളിഞ്ഞു കിടക്കുന്ന ഒരു ഇക്കോണമിയാണ്. വികസനം ഒന്നും ഇവർക്ക് ചെയ്യാൻ സാധിക്കാത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവർ 10 കൊല്ലം ഇക്കണോമിക് മിസ്മാനേജ്മെൻ്റ് ആയിരുന്നു എന്ന് ഞാൻ ഒരു കൊല്ലം എല്ലാ വേദിയിലും എല്ലാ യോഗത്തിലും പറഞ്ഞതായിരുന്നു. അപ്പം എനിക്ക് ആദ്യമായിട്ടൊരു അഭ്യർത്ഥന, മാധ്യമ സുഹൃത്തെല്ലാം ഈ ധവളപത്രം വായിക്കണം. നമ്മളുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മോശം, ദുർബലം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, നമ്മുടെ ഭാവി ബാധിക്കുന്ന ഒരു സ്ഥിതിയിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. ഇന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി ലീഡർ പറയുന്നു ഇതൊരു പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റാണ്. ഇത് പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റ് ആണോ മറ്റേത് ഡോക്യുമെൻ്റ് ആണോ അതല്ല വിഷയം. ആ ഡോക്യുമെൻറ്റിൽ പറഞ്ഞ യാഥാർത്ഥ്യം, ഈ 10 കൊല്ലം നടന്ന മിസ്മാനേജ്മെൻറ്റ്, അതിനെക്കുറിച്ച് പൊതുസമൂഹത്തിൽ എല്ലാവരും ചർച്ച ചെയ്യണം, മനസ്സിലാക്കണം. അതാണ് വിഷയം. ഞങ്ങൾക്കിപ്പോൾ ഒരു കാര്യം പിടിച്ചിട്ട് അതിനെക്കുറിച്ച് പറയാനോ മറ്റൊരു കാര്യം കിഫ്ബിനെ കുറിച്ച് പറയാനോ അത് മാത്രമല്ല, ഈ സ്ഥിതി കൊണ്ടുവച്ചിരിക്കുന്നത് ആരാണ്, എന്തുകൊണ്ടാണെന്ന് നമ്മൾ ചർച്ച ചെയ്യണം. അസംബ്ലിയിൽ ചർച്ച ചെയ്യണം, നമ്മളെല്ലാവരും ചർച്ച ചെയ്യണം. പിന്നെ മുൻ ധനകാര്യമന്ത്രി ഇന്ന് പറയുന്നു ഇത് രഹസ്യമായി വെക്കണം. എന്താണ് രഹസ്യം? എന്തുകൊണ്ടാണ് സീക്രട്ട്? ഇംഗ്ലീഷിലൊരു വാക്കുണ്ട്, പബ്ലിക് ഫൈനാൻസസ്. പബ്ലിക്കിൻ്റെ ഫൈനാൻസ്. അപ്പോൾ എന്തുകൊണ്ടാണ് രഹസ്യമായിട്ട് വെക്കേണ്ടത്? ഞാൻ ഈ മുഖ്യമന്ത്രി ചെയ്ത ഈ ധവളപത്രം സ്വാഗതം ചെയ്തു. ആദ്യം തന്നെ പറഞ്ഞതാണ്, ഇത് ചെയ്യേണ്ട കാര്യമാണ്, നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത് നമ്മുടെ നാടാണ്, നമ്മുടെ ഇക്കോണമിയാണ്. ഇതൊരു CPMൻ്റെ ഇക്കോണമിയോ അവർ പറഞ്ഞു നടക്കുന്ന കേരള മോഡലോ അതൊന്നുമല്ല. നമ്മളിപ്പോൾ എന്താണ് സത്യം, എന്താണ് കൃത്യമായി അവർ ചെയ്തിരിക്കുന്നത് നമ്മൾ മുമ്പിലുണ്ട്. ഞങ്ങൾ ഇന്ന് അസംബ്ലിയിൽ പറഞ്ഞത് എന്താണ്, ഇതിനെക്കുറിച്ച് നല്ല ചർച്ച നടത്തണം. അല്ലെങ്കിൽ ഈ ഗവർണർ അഡ്രസ്സിൽ ഈ സർക്കാർ, പുതിയ സർക്കാർ കൊടുത്ത വാഗ്ദാനങ്ങളെല്ലാം ഒരു മധുര സ്വപ്നങ്ങളായിട്ട് നിൽക്കും. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു പ്ലാൻ 35,000 കോടീൻ്റെ ഒരു പ്ലാനിൽ 20,000 കോടി കാശില്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്? കടം വാങ്ങിച്ചിട്ടോ? ഇനി കടം വാങ്ങാനും സാധിക്കില്ല. ഇതെല്ലാം ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഇത് രാഷ്ട്രീയമല്ല, വിവാദങ്ങൾ മാത്രമല്ല, ഇത് നമ്മൾ എല്ലാവരുടെയും ഭാവിയെ കുറിച്ചാണ് ഈ ചർച്ച നടത്തേണ്ടത്. അപ്പോൾ ഈ ധവളപത്രം നമ്മളെ ഒരു വേക്കപ്പ് കോളാണ്. പിന്നെ ഇന്നിപ്പോൾ കോൺഗ്രസ് പാർട്ടിയാണ് ഭരിക്കുന്നത്, UDF ആണ് ഭരിക്കുന്നത്. പക്ഷേ ഈ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തും 1.48% മാത്രമായിരുന്നു ബഡ്ജറ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട്. ഇന്ന് അത് 1.3 ആയിരിക്കുന്നു. അപ്പോൾ രണ്ടുപേരും രണ്ടല്ല ഒന്നാണ്. ഇക്കണോമിക് മിസ്മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ, ഈ വിഷയത്തിൽ 10 കൊല്ലം കോൺഗ്രസ് ഭരിച്ച ഇന്ത്യൻ്റെ സ്ഥിതി എന്തായിരുന്നു, എന്താക്കി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഉമ്മൻചാണ്ടി സർക്കാർ എന്ത് വിട്ടുകൊടുത്തു അതും അറിയാം. 10 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മുടെ ബാലഗോപാൽ സാറും ഏറെ മുതിർന്ന ലീഡർ നമ്മുടെ പിണറായി വിജയൻ സാറും എന്ത് ചെയ്തു എന്ന് ഇന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇവരുടെ വിവാദങ്ങളോ നാടകങ്ങളോ പ്രസൻറ്റേഷനോ സോഷ്യൽ മീഡിയ റീൽസോ എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കൃത്യമായി ഈ ഡോക്യുമെൻ്റ് വായിക്കുക. നമ്മളുടെ ഭാവി എങ്ങനെയാണ്, ഒരു പുതിയ രീതി, ഒരു പുതിയ ഇക്കണോമിക് തന്ത്രം, ഒരു പുതിയ സ്ട്രാറ്റജി എങ്ങനെ ഉണ്ടാക്കണം, നമ്മുടെ യുവാക്കൾക്ക്, നമ്മുടെ ജനങ്ങളുടെ ഭാവിക്ക്, ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി, അടിസ്ഥാന സൗകര്യങ്ങൾക്ക് എങ്ങനെയാണ് നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്, നമ്മൾ ചർച്ച ചെയ്യണം. ഇത് UDFന് മാത്രം വിട്ടുകൊടുക്കരുത്, നമ്മളെല്ലാം ഒരുമിച്ച്. ഞാൻ അതാണ് ഇന്ന് അസംബ്ലിയിൽ പറഞ്ഞത്. ഇതിൽ ബഡ്ജറ്റ് സെഷനിൽ
നമ്മൾ ഭാവിയെക്കുറിച്ച് വരാൻ പോകുന്ന കാലത്ത് നമ്മളുടെ ഇക്കണോമിക് സ്ട്രാറ്റജിനെ കുറിച്ച് ഒരു നല്ല ഓപ്പൺ ട്രാൻസ്പെറൻറ്റ് ചർച്ച നടക്കണം. എന്നാലേ നമുക്കൊരു വിശ്വാസം വരുള്ളൂ, ഇൻവെസ്റ്റേഴ്സിനൊരു വിശ്വാസം വരുള്ളൂ, ഇവിടെ വികസനം നടക്കും, ഒരു നല്ല ഭാവി സൃഷ്ടിക്കാൻ ഒരു അവസരം നമുക്ക് ഉണ്ടാക്കാം എന്നൊരു വിശ്വാസം നമ്മൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് വാക്ക് ചുരുക്കുന്നു. നമസ്കാരം.